ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, പനി കുറച്ചില്ല, വേദനയിലായി. ഇപ്പൊ ഇന്ന് ഇവള് പനിയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. 2 ദിവസമായി സ്കൂളിൽ പോകാത്ത. അതുകൊണ്ടെന്താ, എൻ്റെ വീട്ടിൽ എനിക്ക് സമയം പോകാൻ ഒരാളുണ്ട്. പാവാന്ന് ശരാ, പനി പിടിച്ചിട്ട് ഒട്ടും കഴിയുന്നില്ലേന്. എൻ്റെ ഏട്ടൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ അവിടെ നിന്ന് അളിയൻസ് എന്താ മറ്റേ പരിപാടിയില്ല, അത് കണ്ടോണ്ടിരിക്കുക. അതിൻ്റെ ഒച്ചപ്പാടെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഇന്നിനി എന്താ പറയാം, ഇന്നത്തെ ഒരു ദിവസം നോക്കാം വിത്ത് മൈ ശിവാനി. ഇന്നിനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വിചാരിച്ചായിരുന്നു കൂടാളി പോകണം, പുറത്തോട്ട് പോകണം എന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ വിചാരിച്ച് വേണ്ട, ഇന്നിങ്ങനെ വെറുതെ ഇരിക്കാൻ. രാവിലെ ഉറങ്ങി കഴിഞ്ഞേക്കും തന്നെ നല്ല മഴയായിരുന്നു. അപ്പം വിചാരിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കാന്ന്. അപ്പം വന്നിട്ട് ഞാൻ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ഇന്നലെ ഞാൻ വന്ന് അതന്നെ വെറുതെ കിടന്ന് കളിച്ച്, ഫോണും കളിച്ച് രാത്രി നേരം കിടന്നങ്ങ് ഉറങ്ങി. വീടിൻ്റെ പുറത്തോട്ടൊന്നും വന്നില്ല. പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ എന്നാ രസം കാണാൻ. അമ്മ അവിടെ വെള്ളമെല്ലാം വെച്ചിട്ട് നോക്കുമ്പം കിളികളെല്ലാം ഉണ്ട് കുറേ. കിളി കൂവുന്നുണ്ട്. 2 സുന്ദരികളൊക്കെ ഉണ്ടോ? ഞങ്ങള് സുന്ദരികളാകാൻ പോയതാ രാവിലെ എണീറ്റില്ലേ. സുന്ദരിയായില്ലേ? ഓള് സുന്ദരിയായിട്ടാ, ഞാൻ മാത്രമേ സുന്ദരിയായിട്ടുള്ളൂ. ഇവളെ കാണാൻ രസമില്ല, എന്നെ കാണാനേ രസമുള്ളൂ. ഇവള് കണ്ണിനിട്ട്, ഞാൻ കണ്ണിനിട്ടിട്ടില്ല. കണ്ട, ഓള് കണ്ണിനിട്ട്, ഓളെ കണ്ണിനിട്ടിട്ട് രസമില്ല. ഞാൻ കൊറേ 2 സാധനങ്ങൾ, ഒന്നിതും ഒന്ന് അതും. ഇന്ന് സ്കൂളിൽ പോകാണ്ട് വെറുതെ ഇങ്ങനെ സുഖിച്ച് നടക്കലെന്നെ. ഞാൻ വന്നതെന്നുള്ള കാരണത്തിൽ സ്കൂളിൽ പോകുന്നില്ല. കുറച്ചേ പനിയുള്ളേ, സ്കൂളിൽ പോകുന്നില്ല. പനിയാന്ന് പറഞ്ഞിട്ട് കണ്ടെത്തി. ഇല്ല, അതെല്ലാം വെറുതെ ആണേ. അയ്യോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അയ്യോ, അറിയത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സന്തോഷം, വളരെ സന്തോഷമുണ്ട്. ആ കാര്യം എന്താണെന്നുള്ളത് പോയി വന്നിട്ട് ഞാൻ പറയാം. ഇവള് വരുന്നില്ല. ഇവളോട് ഞാൻ വരാൻ പറഞ്ഞിട്ട് ഇവള് വരുന്നില്ല. പല്ല് നോക്കിയാൽ പല്ല് കാണിച്ചാ ഇവളോട് വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല. പനിയാന്നും പറഞ്ഞിട്ടാ ലീവ് എടുത്തത്. അപ്പം പിന്നെ വരുന്നത് ശരിയല്ലോ. കൊതുക്. ഇവ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നോക്കേ കണ്ടാ, നമ്മള് പോവാൻ നിൽക്കല. സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞോടാ, നല്ല മഴയാ. അപ്പം പിന്നെ ഒന്നും കേൾക്കാൻ സാധ്യതയില്ല. ഈ വഴി കൂടെ എല്ലാം നടന്നിട്ട് നാള് കുറയേ. ഈ വഴി കൂടെ തന്നെയല്ല, നടന്നിട്ടെല്ലാം നാള് കുറയേ. അവിടെ ആകുമ്പോൾ ഡ്യൂട്ടിക്ക് വണ്ടി പോകുന്നു. ഇവിടെ ആകുമ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അച്ഛനുണ്ട്. അപ്പോൾ അച്ഛനെപ്പഴ കാറിൽ പോകുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഞാനെങ്കിൽ ബസ്സിന് പോവാം, എന്നാൽ നാട് മുഴുവൻ നടക്കുകയും ചെയ്യാം. എന്നാണ് കുറേ നാളിന് ശേഷം ഈ വഴി കൂടെ എല്ലാം നടക്കുന്നു. നല്ല രസം. മഴയും കൂടെ ആയപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലോ. അതുകൊണ്ടെന്താ, വഴിയിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ നാളായിട്ട് കാണാത്ത മൂവാനാലും ഇന്ന് കണ്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞ്. ആർക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇനിയൊരു സാധനം കാണിച്ചേരേ. ഇത് ഞങ്ങളുടെ നാട്ടിലെ കുളം. ഇറങ്ങൂല, കുളം നിറയാനാണേ. ഇട്ടാണിക്കുളം, അങ്ങനെ അതിൻ്റെ പേര്. ഇത് പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിയത്. വീട്ടിൽ നിന്ന് മെയിൻ റോഡ് വഴി വേറെ വഴിയുണ്ട്, അതുവഴി പോയാൽ കറങ്ങിപ്പോകണം. ഇത് എളുപ്പം പോകാനുള്ള വഴി.
ഇതെൻ്റെ ഗണപതീൻ്റെ സ്ഥലം. ഇതും മഴക്കാലമാകുമ്പോൾ ഇവിടെ കുത്തി ഒലിച്ച് നല്ല വെള്ളം വരും. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ 5-6 ആൾക്കാരെല്ലായിരിക്കും ഒന്നിച്ചായിരിക്കും സ്കൂളിൽ പോവുക. അന്നേരം മുന്നിൽ നടക്കുന്ന ആൾ വടിയും പിടിച്ചിട്ട് നടക്കും, വഴിയിൽ കുഴിയുണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. വീടെല്ലാം കുറേ വീടെല്ലാം വന്ന്. ഈ റോഡൊന്നും ടാറിട്ടല്ലേനു, ഇപ്പം ഇതെല്ലാം ടാറല്ലിട്ടു ഈ റോഡെല്ലാം. ഇത് പണ്ടത്തെ ബീഡി കമ്പനിയാണ്. ഇപ്പോൾ ഇവിടെ പണിയൊന്നും നടക്കുന്നൊന്നുമില്ല. ഇവിടെ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതിങ്ങനെ പൂട്ടിയിട്ടുണ്ടാവുക. ഇത് ആൾക്കാർ പറഞ്ഞതിന് ഇത് പണ്ടുള്ള ബീഡി കമ്പനിയാണ്. ചെയ്യണ്ട ഈ ഇവിടെയല്ലോ മാങ്ങേൻ്റെ സീസൺ ആകുമ്പോൾ മാങ്ങ മുഴുവൻ പോകും. അന്നേരം നടക്കാനൊന്നും പറ്റില്ല. ഈ വഴി കൂടെ മാങ്ങയായിരിക്കും മുഴുവൻ ഉണ്ടാവുക. അങ്ങനത്തെ വഴി ഇതെല്ലാം കാണുന്നത്. ഞങ്ങളുടെ സ്കൂൾ ബിൽഡിങ് ഉണ്ടാവും. സ്കൂളിൻ്റെ അടുത്തെത്തി. എത്ര പെട്ടെന്ന് എത്തിയെന്നറിയാം. വേഗം എത്തും സ്കൂളിൽ ഈ വഴി കൂടെ വന്നാൽ. എൻ്റെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കലാന്ന് തോന്നുന്നു. സ്കൂളിലെ പണി നടക്കല. സ്കൂൾ ഗ്രൗണ്ടിലെല്ലാം വെള്ളം. ഏതാ പോവായി നമുക്ക്. അങ്ങനെ പോയ കാര്യമെല്ലാം നന്നായി നടന്ന് തിരിച്ചു വന്ന്. ഓ അയ്യോ ശരി. എന്താന്ന് പറയുന്നത്, ഞാൻ പോയ കാര്യം നടന്ന് പോരാത്തതിന് ഞാൻ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം കൂടാണ്. ഞാൻ സ്കൂളിലോട്ട് പോയായിരുന്നു. പോകുന്ന വഴിക്ക് സ്കൂൾ കണ്ടപ്പോൾ ഞാൻ തിരിച്ചു ഞാൻ വിചാരിച്ചെന്നാലും എൻ്റെ ടീച്ചറുണ്ട്, എൻ്റെ ടീച്ചറെ കാണണമെന്ന് വിചാരിച്ച് ഞാൻ കയറി. അപ്പം ഒന്ന് ഞാൻ വിളിച്ച് നോക്കി ടീച്ചർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ആ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറെ കണ്ട്, എൻ്റെ സാധനം ടീച്ചറെ കണ്ട് എന്നാ സന്തോഷം എന്നറിയാം. അപ്പോൾ പോയപ്പോൾ സാന ടീച്ചറെ കണ്ട്, ദിവ്യ ടീച്ചറെ കണ്ട്, ബീന ടീച്ചറെ കണ്ട്, മിനി ടീച്ചറെ കണ്ട്, എല്ലാവരെയും കണ്ട്, ടീച്ചർമാരെല്ലാം കണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് എന്ന് പറയാം എൻ്റെ അമ്മ എന്നെല്ലാം തന്നെ പറയാം. അങ്ങനെ പറയാൻ പറ്റുന്ന ടീച്ചർ എൻ്റെ സാന ടീച്ചറെ കണ്ട്. ടീച്ചറെ കണ്ടെ കണ്ടത് സന്തോഷമായി. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ടീച്ചറെ കാണാൻ പോയിനി. അപ്പോൾ ഈ തവണ ഞാൻ വിചാരിച്ചില്ല കാണും. വെളുത്തുള്ളി ഓർക്കുന്നുണ്ടോ? പണ്ടെല്ലാം പിടിയെ കിട്ടുന്ന പോലത്തെ അച്ചാറും സ്കൂളിൽ കിട്ടാതെ പണ്ട് എല്ലാവരും വീടിലൊക്കെ ഉണ്ടല്ലേ. ഇത് ആ സ്കൂളിൻ്റെ മുന്നിൽ താഴെ ഇറങ്ങിയാലും സ്കൂളിൻ്റെ മുമ്പിൽ പീടിയുണ്ടേ. ആ പീടിയൊക്കെ ഏരിയ വാങ്ങിയതാ. പിള്ളേരെ അടിമയാക്കുന്ന അച്ചാറ്. എൻ്റെ വേറെ പാക്കറ്റാക്കി മാങ്ങ വിളിച്ചിട്ടും കിട്ടില്ല. ആ ടീച്ചറെ കണ്ട് ടീച്ചർക്ക് കുറേ സന്തോഷമായി, എനിക്ക് സന്തോഷമായി. എന്താ പറയുക, ടീച്ചർ എല്ലാവർക്കും അത് പുതുതായിട്ട് വന്ന ടീച്ചർമാരുണ്ടല്ലോ ആടാ. ആ സ്കൂളിൽ പുതുതായിട്ട് കുറച്ച് ടീച്ചർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടീച്ചർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത്. പിന്നെ പഴയുള്ള ടീച്ചർമാർക്കെല്ലാം അറിയാം ഞാൻ ടീച്ചറെ കാണാൻ വരുന്നതല്ല. എന്താ പറയുക, നല്ല സന്തോഷം, മനസ്സിനെല്ലാം നല്ല സന്തോഷം. ഇരുന്ന് കുറേ സമയം വർത്താനം പറഞ്ഞ് ടീച്ചറടുത്ത് മാത്രമല്ല മറ്റു ടീച്ചർമാരുടെ അടുത്ത് എല്ലാവരും ഇരുന്ന് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കുറേ വർത്താനെല്ലാം പറഞ്ഞു. നല്ല രസം, നല്ല സന്തോഷമായി. കറക്റ്റ് ടൈമിന് എന്താ പറയുക, ലഞ്ച് ബ്രേക്ക് ആയിരുന്ന സമയം ഞാൻ പോയപ്പോൾ 1:20 അങ്ങനെ എന്താ സമയം 1:20 1 മണി ആ സമയം എന്താ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം. ഞാനവിടെ ചെന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക് ടൈം കഴിഞ്ഞ് ബെല്ലടിച്ച്. അവനും ബാക്കിയുള്ള ടീച്ചർമാരെല്ലാം സ്റ്റാഫ് റൂമിൽ എല്ലാവരും ടീച്ചർമാരെല്ലാം. അപ്പോൾ ടീച്ചർക്കും ക്ലാസ് ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ ടീച്ചറും 2 ടീച്ചർമാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും അവിടെ ഇരുന്നു സൊറവാർച്ചിൽ. ഇതിപ്പോൾ അടുത്ത പീരീഡ് തുടങ്ങിയപ്പോൾ അവർ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവർ പോയി. എന്നാലും ഞാനിങ്ങോട്ട് ഇറങ്ങി. ഇപ്പോൾ വീട്ടിലെത്തി വരുമ്പോൾ ഈ അച്ചാറും മേടിച്ച് തന്ന്
അതൊരു കാര്യം പറയട്ടെ, ചേച്ചി കുഞ്ഞിന് ഇങ്ങനെ അടിയും വീട്ടിന് ടീച്ചർക്ക് വലുതാകുമ്പോ സന്തോഷം. ഇപ്പൊ അതായത് നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ചെറുതിൽ നമുക്ക് ടീച്ചർമാരെ അടിയെല്ലാം കിട്ടുമ്പോൾ നമ്മൾ കരയൂലേ. ഇവക്കിപ്പോൾ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇവള് പറയുന്നത്. കാരണം ഇവക്കെന്നാ പഠിക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് ടീച്ചർമാരുടെ അടിയെല്ലാം കിട്ടുവേ. അതുകൊണ്ട് ടീച്ചർമാർ ഇവക്ക് കുറച്ചേ ഇഷ്ടമുള്ളൂ. കുറച്ച് വലുതാവുമ്പം ആ ടീച്ചർമാർ ഇവക്ക് ഇഷ്ടപ്പെടുമല്ലോ, സ്നേഹമാവുമല്ലോ ആ ടീച്ചർമാരോട്. അതാ പറയുന്നത്. എനിക്കിപ്പോൾ നല്ല സ്നേഹവും സന്തോഷമല്ലേ. ഞാൻ പണ്ട് എനിക്കും കുറേ അടി കിട്ടിയോണ്ട് എനിക്ക് അന്നേരം അവരോട് ദേഷ്യം, ഇപ്പം എനിക്ക് സന്തോഷം എന്ന് ഇവള് പറയുന്നത്. എനിക്ക് ദേഷ്യമൊന്നുമില്ല, എനിക്ക് പണ്ടും എല്ലാ ടീച്ചർമാർ ഇഷ്ടമായിരുന്നു കേട്ടോ. വെറുതെ ഈ സാധനം ഭയങ്കര എന്നാ ടേസ്റ്റും എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റ്. തിന്നോണ്ടിരിക്കാൻ തോന്നും. ഞാൻ 2 പാക്കറ്റേ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇവള് ഇത് തിന്നുമെന്ന് വിചാരിച്ചിട്ടില്ല, അങ്ങോട്ട് 2 വാങ്ങിയ നോക്കുമ്പം ഓളം തിന്നും. പിന്നെന്താ പറയാ, പിന്നെ അങ്ങനെ വേണ്ട, അങ്ങനെ കൈമറ്റ വേണ്ട. ആ വേണ്ട, ഞാൻ ഒരിക്കൽ തന്നിട്ടരാം, ഇവള് കുറച്ചേ പൊട്ടിട്ടുള്ളൂ, കുറച്ച് തന്നിട്ട് കൊടുക്കാം. ഇതേപോലെ ചേച്ചിന്റെ പാക്കറ്റ് ഒരാക്കാം. ടേസ്റ്റ്. ഇതിന് വേറെ അച്ചാറുകളുണ്ട്, ഇതിന് മാങ്ങയെല്ലാം കിട്ടും. പക്ഷെ ആ മാങ്ങക്കൊന്നും ടേസ്റ്റില്ല. വെളുത്തുള്ളി, ഇതിൻ്റെ വെളുത്തുള്ളി അച്ചാറ്, അതായത് വേറെ വെളുത്തുള്ളി അച്ചാറും ഞാൻ തിന്നൂല. ഈ സാധനത്തിൻ്റെ വെളുത്തുള്ളി അച്ചാർ മാത്രമേ തിന്നുള്ളൂ. ഇനി ഒരു സാധനമുണ്ട്, ഞാൻ ഈ സാധനം അങ്ങ് എറണാകുളത്തിനെല്ലാം നോക്കിയൊരു സാധനമുണ്ട്. പക്ഷെ അത് അടിയില്ല, ആടെ എനിക്ക് കിട്ടിയില്ല. ഇവിടെ എൻ്റെ നാട്ടിൽ ആ സാധനമുണ്ട്. ഇപ്പോൾ 2 രൂപേൻ്റെ ഐസ് കാണിച്ചേരേ. കണ്ടാ കണ്ടാ, ഇത് 3 രൂപേൻ്റെയും ഇത് 2 രൂപേൻ്റെയും. ഇതൊന്നും ആടെ കിട്ടാനില്ല. ആ സാധനമൊന്നും എറണാകുളത്തിനില്ല. ഞാൻ എറണാകുളത്തല്ല അന്വേഷിച്ചതാണ്, പക്ഷേ ആടെയൊന്നുമില്ല. ആടെയെല്ലാം കിട്ടുന്നത് 5 രൂപേൻ്റെ വേറെ സാധനങ്ങളും പിന്നെ വലിയ വലിയ ഐസ് അതല്ലേ ഉള്ളൂ. പക്ഷേ ഈ സാധനം മൊത്തം ബാക്കി കിടക്കും. നീ വേണ്ട, ഈ സാധനം വേറെ ആടെയൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇത് ഞാൻ പിടിയെ പോരാം ഈ സാധനം കണ്ട്. അപ്പം ഇതെന്താണെന്നോ ഈ സാധനം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിൽ, എൻ്റെ നാട്ടിൽ മാത്രമല്ല കിട്ടുള്ളൂ കേട്ടോ. നാട് അന്വേഷിക്കുമ്പോൾ ഒന്നും ഇല്ല. ഇനിയിപ്പം ചോറ് തിന്നാൽ മാമൻ്റെ അടുത്തുണ്ട്. പിന്നെ അമ്മ വരാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ ലേറ്റ് ആവും. മാങ്ങയല്ല, വെളുത്തുള്ളി. അപ്പം അമ്മ മാമൻ്റെ അടുത്തുള്ള അമ്മ വരാൻ കുറച്ച് കഴിയും. ഇനി എന്നാ അതുകൊണ്ട് ഞാൻ ചോറ് തിന്ന്, ഞാനും ശിവയും ചോറ് തിന്നിട്ടേട്ടാ. ഇങ്ങല്ലേ ചോറ്, അതായത് പച്ചടി, ചീര വറവ്, ഉണക്കത്തരണ്ടി. ഞാൻ ആടെ ചീര വറവ് മീൻസ് എറണാകുളത്തിന് ചീര വറവ് ഞാൻ ചീരക നോക്കിയിട്ടൊന്നും ചീര കിട്ടുന്നില്ല. മീൻസ് ചീര കിട്ടിയാലും ഞാനത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ വെറും തണ്ട് മാത്രം ആവുന്നു. അപ്പോൾ എന്നെ ചീര ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ വരുമ്പോൾ എന്ത് ചെയ്ത്, മാമിയായിരിക്കും ഞാനപ്പം ഇന്നലെ വരുമ്പം വരുന്ന വഴിക്ക് ചീര കണ്ട് ഞാൻ ചീര മേടിച്ച് അമ്മീനെ ചീര വറവലാക്കി തന്നിട്ടുണ്ട്. ചീര വറവെല്ലാം കൂടി ചുരന്ന കാണാ വെള്ളം കുടിച്ചിട്ടോ. പിന്നെ അമ്മ ആണെങ്കിൽ മാമൻ്റെ അടുത്ത് വരല്ലേ, മാമൻ്റെ അടുത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ ഇന്ന് ഏച്ചി വരും. കല്യാണം കഴിഞ്ഞ് ചേച്ചില്ലേ ഏച്ചി ചിലപ്പോൾ ഇന്ന് വരും. അവൾ ഇന്നലെ മെസ്സേജ് ആയിട്ട് എന്നോട് ചിലപ്പം വരുന്നുണ്ട്. അവളെല്ലാം കാണാൻ പോകണം. അങ്ങനെ ഇവിടെയുള്ള ദിവസങ്ങൾ കുറച്ച് വീട്ടുകാരും കുടുംബക്കാരും എല്ലായിട്ടും ഞാൻ അടിച്ച് പൊളിച്ച് നടക്കാന്നേ. പിന്നെ ആടെ പോയി പിന്നെ പണിയെടുക്കാനുള്ളതല്ലേ. ആ അച്ചാറിലെ വെളുത്തുള്ളി നിന്ന് നടക്കലേ വരുത്തി. വെളുത്തുള്ളി ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിന്നാന്നുള്ള മാറ്റി വെച്ചാൽ എൻ്റെ വെളുത്തുള്ളിയും ഓളല്ലാത്തുള്ള വെളുത്തുള്ളി ഓളം എടുത്ത് തിന്നു കൊടുക്കാം. വെളുത്തുള്ളി എഴുന്നില്ല. പച്ചടി നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ രാവിലെ 1000 രൂപ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അത്ര പുളിപ്പ് വന്നില്ല. ഇപ്പം പച്ചടികൾ നല്ല പുളിച്ച് എന്താ പറയുക പുളിപ്പ് എന്താ സാധനം വരില്ലേ, അതിന് നല്ല ടേസ്റ്റിലുണ്ട്. ഞാൻ ബോർപ്പിക്കാൻ നോക്കും. അന്നൊരു പൊട്ടത്തേനെ ബോർപ്പിച്ച്
സ്കൂളിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് മുഖത്തെ നമുക്ക് പനിയായാലും അന്ന് പിന്നെ അത് എന്തോ വീഡിയോ കാണിച്ചിരുന്നു അല്ല ഇന്നലെ. എന്നിട്ട് അങ്ങനെ അവിയലേറി പപ്പട ചോറ് എല്ലാം കൂടി അങ്ങ് പെരക്കാൻ തോന്നുന്നു എൻ്റെ വായിന്നെന്തോ. എന്നിട്ട് എൻ്റെ നമ്മുടെ അമ്മച്ചിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് ഈ ലേസെല്ലാം ഇപ്പൊ കൊതിയിട്ട് തിന്നാൻ പോകുന്നത് വിചാരിക്കുമ്പോ ഇതെന്തെന്ന് ആറ് ദുഃഖം മറ്റു വിളിക്കുന്നത്. ഞാൻ എട്ടിയപ്പോയി ഞാൻ ചോദിച്ചു ചിക്കൻ നോക്കുന്നത്